ഹലോ, വിങ്സ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ രണ്ടാമത്തെ പാർട്ടിലെ 5th ചാപ്റ്റർ കേട്ടോ. രണ്ടാമത്തെ പാർട്ടിലുള്ള ചാപ്റ്റർ ആണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്. പക്ഷേ കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്, കണ്ടന്റ് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമ്മള് അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ കൈനറ്റിക്സ് എന്നുള്ള ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The catalyst used in the industrial production of ammonia is dash. The catalyst used in the industrial production of ammonia is dash. അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റിന്റെ പേര്. കാറ്റലിസ്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ടീച്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കാണ്ട് ആ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്ന ആൾക്കാരാണ് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ കാറ്റലിസ്റ്റ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ വിതൗട്ട് ദംസെൽഫ് അണ്ടർഗോയിങ് എനി പെർമനന്റ് കെമിക്കൽ ചേഞ്ച്. അതായത് ഒരു കാറ്റലിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. കുറയ്ക്കുന്ന ആൾക്കാരെ കുറിച്ച് നമുക്ക് ഇക്കൊല്ലം പഠിക്കാനായിട്ട് ഇല്ല. ഓക്കെ, പക്ഷെ അവരെന്ത് ചെയ്യില്ല, ഡയറക്റ്റ് ആയിട്ട് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നതിന് ശേഷം ഈ കാറ്റലിസ്റ്റിന്റെ അളവിലോ അവയുടെ കളറിലോ അവയുടെ എമൗണ്ട് മാസയിലൊന്നും ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. അവർ ആസെറ്റ് നമുക്ക് റിയാക്ഷന് ശേഷം റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഡയറക്റ്റ് ആയിട്ട് പങ്കെടുക്കാണ്ട് ആ റിയാക്ഷന് സ്പീഡ് കൂട്ടുന്നവരെയാണ് നമ്മൾ ഇന്ന് വിളിക്കുന്നത് കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അമോണിയയുടെ പ്രൊഡക്ഷനില് നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ പേരാണ് കേട്ടോ. നമ്മുടെ അമോണിയയുടെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് അയേൺ ആണ് കേട്ടോ. സ്പോഞ്ചിക് അയൺ എന്നൊക്കെ വലിയ വലിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. അമോണിയയുടെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ പേര് അയൺ. ഓക്കെ, ഒരു പ്രാവശ്യം അമോണിയയുടെ ചോദിച്ചു എങ്കിൽ ഒബ്വിയസ് ആയിട്ട് എന്ത് ചോദിക്കാം? കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് സൾഫ്യൂരിക് ആസിഡ്, അതായത് H2SO4ന്റെ വ്യാവസായിക നിർമ്മാണത്തില് ഇതേപോലെ നമ്മളൊരു കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ആ കാറ്റലിസ്റ്റിന്റെ പേരും ചോദിച്ചുവിടാന്നില്ല കേട്ടോ. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് വനേഡിയം പെന്റോക്സൈഡ് V2O5. വനേഡിയം പെന്റോക്സൈഡ് എന്ന് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ എന്റെ മക്കൾ V2O5 എന്ന് പഠിച്ചാലും മതി കേട്ടോ. അപ്പോ അമോണിയയുടെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് അയേൺ. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് വനേഡിയം പെന്റോക്സൈഡ് V2O5. ഇവിടുന്ന് ഒരു കാര്യം കൂടെ ചോദിക്കാം. ഓക്കെ, അതായത് അമോണിയയുടെ പ്രൊഡക്ഷന് നമ്മൾ ഒരു പേര് പറയും. ഓക്കെ, അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നമ്മള് ഹേബർ പ്രോസസ് എന്നാണ് വിളിക്കുക കേട്ടോ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ. അമോണിയ NH3യുടെ പ്രൊഡക്ഷനെ നമ്മള് ഹേബർ പ്രോസസ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? ഹേബർ പ്രോസസ് എന്നാണ് വിളിക്കുക. അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹേബർ പ്രോസസ് എന്നാണ് വിളിക്കുക കേട്ടോ. ഹേബർ പ്രോസസ്. ഓക്കെ, അതേപോലെ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കോണ്ടാക്ട് പ്രോസസ്. അമോണിയയുടെ പ്രൊഡക്ഷൻ നമ്മൾ ഹേബർ പ്രോസസ് എന്ന് വിളിക്കും. സൾഫ്യൂരിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ നമ്മൾ എന്ന് വിളിക്കും? കോണ്ടാക്ട് പ്രോസസ് എന്ന് വിളിക്കുക. പേര് പ്രത്യേകമായിട്ടുള്ള കുറച്ച് പേരുകളല്ലേ, ആ പേരൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത നോക്കാം. അനലൈസ് ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അതൊക്കെ ചിത്രം നിരീക്ഷിച്ചിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. In which test tube the rate of reaction is faster? രണ്ട് ടെസ്റ്റ് ട്യൂബ് വന്നിട്ടുണ്ട്. എവിടെയാണ് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ചാപ്റ്റർ എന്താ? നമുക്ക് ഈ ചാപ്റ്ററിലെ ഒരു ടോപ്പിക് ആണ് അല്ലെ, ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഒന്ന്, നേച്ചർ ഓഫ് ദ റിയാക്ടന്റ്. നേച്ചർ ഓഫ് റിയാക്ടന്റ് കാണുന്നില്ല അല്ലെ, കുറച്ച് ടീച്ചർ നീക്കിട്ട് എഴുതാം കേട്ടോ. ആദ്യത്തെ ഫാക്ടർ ആണ് എന്ത്? നേച്ചർ ഓഫ് റിയാക്ടന്റ്. ഒന്നാമത്തെ ഫാക്ടർ നേച്ചർ ഓഫ് റിയാക്ടന്റ്. നേച്ചർ ഓഫ് റിയാക്ടന്റ് ടീച്ചർ ആർന്നിടുന്നുള്ളൂ നൽകാം. നേച്ചർ ഓഫ് റിയാക്ടന്റ്. രണ്ടാമത്തെ ഫാക്ടർ ആണ് കോൺസെൻട്രേഷൻ.
മൂന്നാമത്തെ ഫാക്ടർ ആണ് സർഫസ് ഏരിയ. മൂന്നാമത്തെ ഫാക്ടർ ആണ് സർഫസ് ഏരിയ. അടുത്ത ഫാക്ടർ ആണ് ടെമ്പറേച്ചർ. അടുത്ത ഫാക്ടർ ആണ് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. ഒരു റിയാക്ഷന്റെ സ്പീഡിനെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഭയങ്കര സെൻസിറ്റീവ് ആണ് സ്ക്രീൻ, അതാണ് കേട്ടോ. ഒരു റിയാക്ഷന്റെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് നേച്ചർ ഓഫ് റിയാക്ടന്റ്, കോൺസെൻട്രേഷൻ, സർഫസ് ഏരിയ, ടെമ്പറേച്ചർ ആൻഡ് കാറ്റലിസ്റ്റ്. ഇനി താണ്ടുള്ള ക്വസ്റ്റ്യൻ ഫിഗർ വന്നിട്ടുണ്ടാവും. ഫിഗർ നല്ല വ്യക്തമായിട്ട് നിരീക്ഷിക്കാം. ടീച്ചർ ഒന്ന് നോക്കിയോ? ടീച്ചർ നീക്കാണ് നോക്കാം കേട്ടാ. നോക്കിയേ, നമുക്ക് അടിയിൽ നിന്ന് തുടങ്ങാം. കാറ്റലിസ്റ്റ്. ഇവിടെ ഏതെങ്കിലും ഒരാള് മാംഗനീസ് ഡയോക്സൈഡോ അയോണോ വനേഡിയം പെന്റോക്സൈഡോ അങ്ങനെ ഒരു കാറ്റലിസ്റ്റിനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നില്ല. സോ അതല്ല റിയാക്ഷന്റെ റേറ്റിന് ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. അടുത്ത നോക്കാം. നോക്കിയേ, സർഫസ് ഏരിയ, ടെമ്പറേച്ചർ. ഒരു ടെസ്റ്റ് ട്യൂബ് നമ്മൾ ചൂടാക്കിയിട്ടുണ്ട്, അടുത്ത ടെസ്റ്റ് ട്യൂബ് ചൂടാക്കുന്നില്ല. ഒരെണ്ണം ചൂടാക്കി അടുത്ത ചൂടാക്കിയില്ല. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്തായിരിക്കും? ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, റിയാക്ഷൻ നടക്കുന്ന ഒരു മിക്സർ നമ്മൾ ഹീറ്റ് ചെയ്തു, അടുത്ത മിക്സർ ഹീറ്റ് ചെയ്തില്ല. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ റിയാക്ഷൻ റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ ടെമ്പറേച്ചർ ആയിരിക്കും. ഇവിടെ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടില്ല, ഹീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇവിടെ ടെമ്പറേച്ചർ അല്ല പറയണേ. ഇനി സർഫസ് ഏരിയ ആണെങ്കിലോ, ഓക്കെ, ഒരു റിയാക്ടന്റ് നമ്മൾ ഒരു പീസ് ആയിട്ടായിരിക്കും എടുക്കുക, അടുത്ത റിയാക്ടന്റ് പൊടിച്ചിട്ടായിരിക്കും, പൊടി പോലെ ആയിരിക്കും എടുക്കുക. അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്തായിരിക്കും? സർഫസ് ഏരിയ ആണ്. ഓക്കെ, ഒരെണ്ണം ചൂടാക്കി അടുത്ത ചൂടാക്കിയില്ല, അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ. ഒരെണ്ണം പൊടിച്ചിട്ടിട്ടുണ്ട്, ഒരെണ്ണം പൊടിക്കാണ്ടാണ് ഇട്ടിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ സർഫസ് ഏരിയ ആയിരിക്കും. ഇനി ഒരെണ്ണം മെഗ്നീഷ്യം ഒരെണ്ണം സിങ്കോ ആണെങ്കിൽ അവിടെ റിയാക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്തായിരിക്കും? നേച്ചർ ഓഫ് ദ റിയാക്ടന്റ് ആണ്. ഇവിടെ അങ്ങനെയാണോ? രണ്ടിലും എടുത്തിട്ടുള്ളത് മെഗ്നീഷ്യം റിബൺ ആണ്. സോ ഇവിടെ റിയാക്ഷൻ റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ നേച്ചർ ഓഫ് ദ റിയാക്ടന്റ് അല്ല. ഒരെണ്ണം പൊടിച്ചിട്ടാണ് മറ്റേത് പൊടിക്കാനാണ് ഇട്ടേക്കണത്, അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയ ആയിരിക്കും റിയാക്ഷൻ റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. ഇവിടെ അങ്ങനെയാണോ? അല്ല, രണ്ടും മെഗ്നീഷ്യത്തിന്റെ പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ റിയാക്ഷൻ റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്തല്ല? സർഫസ് ഏരിയ അല്ല. അടുത്ത നോക്കിയേ, ഒരെണ്ണത്തില് ഡൈല്യൂട്ട് HCl-ഉം അടുത്തയില് കോൺസെൻട്രേറ്റഡ് HCl ആണ് എടുത്തിട്ടുള്ളത്. നോക്കിയേ, ഒരു ടെസ്റ്റ് ട്യൂബില് ഡൈലൂട്ടഡ് ആസിഡും അടുത്ത ടെസ്റ്റ് ട്യൂബില് കോൺസെൻട്രേറ്റഡ് ആസിഡും ആണ് എടുത്തിട്ടുള്ളത്. സോ ഉറപ്പിക്കാൻ നമുക്ക് ഇവിടെ റിയാക്ഷന്റെ റേറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്. റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ആണ്. ടീച്ചർ ഒന്നും കൂടെ പറയാം. ഒരു ബീക്കർ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ എടുത്തിട്ടുള്ളത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആസിഡും അടുത്തതിൽ എടുത്തിട്ടുള്ളത് ഡൈല്യൂട്ട് ആസിഡും ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇവിടെ റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ് ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ടീച്ചർ പറയാണ്. കോൺസെൻട്രേറ്റഡ് ആസിഡ് എടുത്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കാം. ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ. കോൺസെൻട്രേറ്റഡ് ആസിഡ് എടുത്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ ബീക്കറിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, ഇൻ വിച്ച് ടെസ്റ്റ് ട്യൂബ് ഈസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഫാസ്റ്റ് ആണ്? ഇവിടെ ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കുന്നത് ഏത് ടെസ്റ്റ് ട്യൂബിലായിരിക്കും? ഉറപ്പിച്ച് പറയാം അല്ലെ. എന്താ? ടെസ്റ്റ് ട്യൂബ് 1 കേട്ടോ. ടെസ്റ്റ് ട്യൂബ് 1-ലാണ്. കാരണം അവിടെയാണ് നമ്മള് കോൺസെൻട്രേറ്റഡ് ആസിഡിനെ എടുത്തിട്ടുള്ളത്. കോൺസെൻട്രേറ്റഡ് ആസിഡ് എടുത്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കാം. അടുത്ത് നോക്കാം, വിച്ച് ഈസ് ദ ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഹിയർ? ഇവിടെ കെമിക്കൽ റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ ഇത്. ഇത്രയും ഫാക്ടറിൽ ഒരാളായിരിക്കും വരാം. ടീച്ചർ പറഞ്ഞ പോലെ ഒരെണ്ണം മെഗ്നീഷ്യം ഒരെണ്ണം സിങ്കോ ആണെങ്കിൽ നേച്ചർ ഓഫ് റിയാക്ടന്റ്, ഒരെണ്ണം ഡൈലൂട്ട് ആസിഡും അടുത്തത് കോൺസെൻട്രേറ്റഡ് ആസിഡും ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, ഒരെണ്ണം പൊടിച്ചതും മറ്റേത് പൊടിക്കാത്തതാണെങ്കിൽ സർഫസ് ഏരിയ, ഒരെണ്ണം ചൂടാക്കി അടുത്ത ചൂടാക്കിയില്ലെങ്കിൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഇതൊന്നും അല്ല. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ് വരുന്നത്? കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. ഇവിടെ റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. കോൺസെൻട്രേറ്റഡ് ആസിഡ് എടുത്തുള്ള ടെസ്റ്റ് ട്യൂബിലാണ് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. കാരണം എന്താണ്? വൈ എക്സ്പ്ലെയിൻ എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? കോൺസെൻട്രേറ്റഡ് ആസിഡ് എടുത്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബില് യൂണിറ്റ് വോളിയത്തിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കൂടുതലാണ്. സോ എഫക്റ്റീവ് കൊളീഷൻസ് അവിടെ ഇൻക്രീസ് ചെയ്യും, റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും. ആ വേർഡ് ഓർത്ത് വെക്കട്ടെ. നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻസ് ഇൻക്രീസസ് ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് കെമിക്കൽസ് പറഞ്ഞിട്ടുണ്ട്. എന്താ? സിങ്ക് പീസ്, സിങ്ക് പൗഡർ,
ഡൈലൂട്ട് HCl ആൻഡ് ടെസ്റ്റ് ട്യൂബ് ആർ ഗിവൺ. നമ്മുടെ കയ്യില് എന്ത് വന്നിട്ടുണ്ട്? സിങ്ക് പീസ് തന്നിട്ടുണ്ട്, സിങ്കിന്റെ പൗഡർ വന്നിട്ടുണ്ട്, പീസും പൗഡറും. ഉറപ്പിച്ചോ? ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയാൻ പോണേ? സർഫസ് ഏരിയയുടെ കാര്യമാണ് പറയാൻ പോണത് കേട്ടാ. സിങ്ക് പീസ് വന്നിട്ടുണ്ട്, സിങ്ക് പൗഡർ വന്നിട്ടുണ്ട്, ഡൈലൂട്ട് HCl വന്നിട്ടുണ്ട്, ടെസ്റ്റ് ട്യൂബ് വന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Write the procedure of an experiment to prove that the rate of chemical reaction increases if the solid substance are used in powdered form. Solid state ഉള്ള സബ്സ്റ്റൻസിനെ പൗഡേർഡ് ഫോമിൽ യൂസ് ചെയ്യുമ്പോൾ റിയാക്ഷന്റെ റേറ്റ് അല്ലെങ്കിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് എഴുതാ. എളുപ്പമാണ്. എന്താ? നമ്മൾ 2 ടെസ്റ്റ് ട്യൂബോ ബീക്കറോ, ടെസ്റ്റ് ട്യൂബ് ആണെന്നുള്ളത്. അപ്പൊ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കാം. നമ്മൾ A എന്ന് കൊടുത്തു, അടുത്ത ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ B എന്ന് മാർക്ക് ചെയ്തു. രണ്ടിലും ഈക്വൽ എമൗണ്ട് ഡയലൂട്ട് HCl എടുക്കാം. രണ്ടിലും ഈക്വൽ എമൗണ്ട് ഡയലൂട്ട് HCl എടുക്കാം. ടേക്ക് ഡയലൂട്ട് HCl ഇൻ ബോത്ത് ബീക്കേഴ്സ്, ഈക്വൽ എമൗണ്ട്. ഇനി എന്ത് ചെയ്യണം? ഒരെണ്ണത്തില് സിങ്ക് ആണല്ലേ, സിങ്കിന്റെ പീസ് ഇടാം. ഒരെണ്ണത്തില് സിങ്കിന്റെ പീസ് ഇടണം. അടുത്തയില് അതേ വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ അതേ മാസമുള്ള സിങ്കിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? പൊടിച്ചിട്ടിട്ടു. കഴിഞ്ഞു. അത്രേ ഉള്ളൂ എക്സ്പെരിമെന്റ് കേട്ടാ. 2 ടെസ്റ്റ് ട്യൂബ് എടുത്തു, രണ്ടിലും ഈക്വൽ എമൗണ്ട് ഡയലൂട്ട് HCl എടുത്തു, ഒരെണ്ണത്തില് സിങ്ക് പൊടിച്ചിട്ടു, ഒരെണ്ണത്തിൽ നമ്മൾ സിങ്കിന്റെ പീസ് ഇട്ടു. ഇനി what is the reason for the increase in rate of reaction if the solid substances are used in powdered form? obvious ആയിട്ടും പൗഡേർഡ് ആക്കി വെച്ചിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലാണ് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുക. അതെങ്ങനെ മനസ്സിലായി നോക്കിയേ. ഇവിടെ ഏതൊരു മെറ്റൽ ആണെങ്കിലും, സിങ്ക് ഒരു മെറ്റലാണ്, ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താല് അവിടെ എന്തുണ്ടാവും? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഏതൊരു മെറ്റലും ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താല് ആ മെറ്റലിന്റെ സോൾട്ടും ഒപ്പം എന്തുണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായെന്ന് എങ്ങനെ മനസ്സിലാവും? നമുക്ക് ബബിൾസ് ഫോം ചെയ്യും. ബബിൾസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എവിടെയാണോ കൂടുതൽ ബബിൾസ് ഉണ്ടായിട്ടുള്ളത് അവിടെ ആയിരിക്കും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടാവുക. എവിടെയാണോ കൂടുതൽ ബബിൾസ് ഉണ്ടായിട്ടുള്ളത് അവിടെ ആയിരിക്കും റിയാക്ഷൻ കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ പൊടിച്ചിട്ടുള്ള സിങ്കിനെ നമ്മൾ പൊടിച്ചിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലാണ് നമ്മൾ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്? What is the reason for the increase in rate of reaction when solid substances are used in powdered form? പൗഡർ ആക്കുമ്പോൾ, സോളിഡ് സ്റ്റേറ്റിലുള്ള സബ്സ്റ്റൻസിനെ പൗഡർ ആക്കുമ്പോൾ അവിടെ റിയാക്ഷന്റെ സ്പീഡ് കൂടുന്നുണ്ട്. കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണേ. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ഒരെണ്ണത്തിൽ പൊടിച്ചിട്ടിട്ടു, ഒരെണ്ണത്തിൽ പൊടിക്കാണ്ടിട്ടു. പൊടിച്ചിട്ടിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലാണ് റിയാക്ഷൻ എന്താണക്ക? ഫാസ്റ്റ് ആയിട്ട് റിയാക്ഷൻ നടക്കുക. പൊടിച്ചിട്ടിട്ടുള്ള ടെസ്റ്റ് ട്യൂബിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. ഓക്കെ, അതെങ്ങനെ നമുക്ക് മനസ്സിലായേ? അവിടെ കൂടുതൽ ബബിൾസ്, ഹൈഡ്രജൻ ഗ്യാസിന്റെ ബബിൾസ് അവിടെ കൂടുതൽ ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് പൗഡർ ആക്കുമ്പോ റിയാക്ഷന് സ്പീഡ് കൂടുന്നു? ഒന്നുമില്ല, അത്രേ ഉള്ളൂ. പൊടിച്ചിട്ടിടുമ്പോ അവിടെ സർഫസ് ഏരിയ കൂടുതലായിരിക്കും. ഫസ്റ്റ് പോയിന്റ് എഴുതാ. പൗഡേർഡ് ഫോമിൽ ഇടുമ്പോ അവിടെ എന്ത് കൂടുതലാണ്? സർഫസ് ഏരിയ ഇൻക്രീസസ്. എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, സർഫസ് ഏരിയ കൂടുമ്പോ അവിടെ എന്ത് കൂടും? എഫക്റ്റീവ് കൊളീഷൻസ്, നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസ് ചെയ്യും. നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻസ് ഇൻക്രീസസ് ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഓൾസോ ഇൻക്രീസസ്. റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ഈ 3 പോയിന്റ് എഴുതി വെച്ചാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ സർഫസ് ഏരിയ ഇൻക്രീസസ്, നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻസ് ഇൻക്രീസസ് ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ്. ഈ പോയിന്റ് ആണ് വേണ്ടത് കേട്ടോ. ഓർത്ത് വെക്ക, പൊടിച്ചിട്ടിടുമ്പോ റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഓക്കെ, some substances are added to hydrogen peroxide to increase its rate of decomposition. അതായത് നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ആള് 2H2O2 വെള്ളം പോലെയൊക്കെ ഇരിക്കും, പക്ഷെ വെള്ളമല്ല കേട്ടോ. ഡിസിൻഫെക്റ്റന്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡിനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന് ആള് ഭയങ്കര അൺസ്റ്റേബിൾ ആണ് കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ ആള് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അപ്പൊ വെറുതെ എടുത്ത് വെച്ചാൽ മതി, താനെ അവരെന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടറും ഓക്സിജൻ ഗ്യാസും ഫോം ചെയ്യും. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തുണ്ടാവും? വാട്ടറും ഉണ്ടാവും, ഓക്സിജൻ ഗ്യാസും ഉണ്ടാവും. വെറുതെ എടുത്ത് വെച്ചാൽ മതി, താനെ നമ്മളൊരു എനർജിനെ അവിടെ കൊടുക്കണ്ട, പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. താനെ അത് ഡീകമ്പോസ് ചെയ്തിട്ട് എന്തുണ്ടാവും? വാട്ടറും ഓക്സിജനും ഉണ്ടാവും.
What are the substance generally known as? നോക്കി എന്താ അപ്പൊ ഈ നോർമലി ഡീകമ്പോസ് ചെയ്യുന്ന ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഡീകമ്പോസ് ചെയ്യുന്ന റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് സബ്സ്റ്റൻസിനെ ആഡ് ചെയ്തു. ഓക്കെ, എന്താ പറഞ്ഞത്? സാധാരണയായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു അൺസ്റ്റേബിൾ കോമ്പൗണ്ട് ആയതുകൊണ്ട് വെറുതെ വെച്ചാൽ മതി, അത് എന്ത് ചെയ്യും? സ്വയം ഡീകമ്പോസ് ചെയ്യും. ഈ ഡീകമ്പോസ് ചെയ്യുന്നതിന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലേക്ക് കുറച്ച് ആൾക്കാരെ ആഡ് ചെയ്തു. ഈ ആഡ് ചെയ്ത ആൾക്കാരെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ നമുക്ക് കിട്ടുമല്ലോ? എന്താ? കാറ്റലിസ്റ്റ് എന്നാണ് കേട്ടോ. ഒരു റിയാക്ഷന്റെ സ്പീഡ് കൂട്ടാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ആര്? കാറ്റലിസ്റ്റ്. Which substance is added to hydrogen peroxide to increase its rate of decomposition? കുറെ കാറ്റലിസ്റ്റ് ഉണ്ട്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കേസിൽ ഇവരുടെ ഡീകമ്പോസിഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ പേരെന്താണ്? ഓരോ റിയാക്ഷനും പ്രത്യേകം കാറ്റലിസ്റ്റുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ഡീകമ്പോസ് ചെയ്യുന്ന സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്ന കാറ്റലിസ്റ്റിന്റെ പേരാണ് MnO2, മാംഗനീസ് ഡയോക്സൈഡ്. MnO2 എന്ന് പറഞ്ഞ കാറ്റലിസ്റ്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. When eggshell is added to hydrochloric acid, അത് ഓർത്ത് വെക്കാം കേട്ടോ. When eggshell is added to, eggshell മുട്ടയുടെ തുണ്ട് എവിടേക്കാണ് ആഡ് ചെയ്തത്? ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് ആഡ് ചെയ്യുമ്പോൾ a gas is produced, ഒരു ഗ്യാസ് ഉണ്ടാകുന്നുണ്ട് അവിടെ. ഐഡന്റിഫൈ ദിസ് ഗ്യാസ്. ഈ ഗ്യാസിനെ ഐഡന്റിഫൈ ചെയ്യുക, കണ്ടുപിടിക്കുക ഏത് ഗ്യാസ് ഉണ്ടായെന്ന് നോക്കാം. അതായത് മക്കളെ ശ്രദ്ധിക്കാട്ടാ, എഗ് ഷെല്ലാണെങ്കിലും എഗ് ഷെല്ലാണെങ്കിലും അതേപോലെ നമ്മുടെ മാർബിൾ പീസ് ആണെങ്കിലും, ചിലപ്പോൾ മാർബിൾ പീസും ആയിരിക്കും ആഡ് ചെയ്യുക കേട്ടോ. എഗ് ഷെല്ലാണെങ്കിലും മാർബിൾ പീസ് ആണെങ്കിലും അവിടെയുള്ള അല്ലെങ്കിൽ എഗ് ഷെല്ലുള്ളത് ഉള്ള ആളാണ് ആര്? എഗ് ഷെല്ലും മാർബിൾ പീസിലും കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ആണ് ആര്? കാൽഷ്യം കാർബണേറ്റ്. എഗ് ഷെല്ലിലും മാർബിളിന്റെ പീസിലൊക്കെ കാണപ്പെടുന്ന ഒരു കോമ്പൗണ്ട് ആണ് എന്ത്? കാൽഷ്യം കാർബണേറ്റ്. ഏതൊരു കാർബണേറ്റ്, ഇപ്പൊ കാൽഷ്യം കാർബണേറ്റ് ആവണം തന്നെ ഇല്ല, സോഡിയം കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, പിന്നെ പൊട്ടാസ്യം കാർബണേറ്റ്, ഏത് കാർബണേറ്റ് ആണെങ്കിലും ഒരു ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താല്, ഏത് കാർബണേറ്റും ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താല് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓർത്തു വെക്ക, ഏത് കാർബണേറ്റ് ആണെങ്കിലും, കാൽഷ്യം കാർബണേറ്റ് ആയിക്കോട്ടെ, പൊട്ടാസ്യം കാർബണേറ്റ് ആയിക്കോട്ടെ, സോഡിയം കാർബണേറ്റ് ആയിക്കോട്ടെ, സോഡിയം ബൈകാർബണേറ്റ് ആയിക്കോട്ടെ, ഏത് കാർബണേറ്റും ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർത്തു വെക്ക, എഗ് ഷെൽ എന്നും പറയാറുണ്ട്, ചിലപ്പോൾ മാർബിൾ എന്നാണ് പറയാം. എഗ് ഷെല്ലായാലും മാർബിളിലായാലും ഉള്ളത് കാൽഷ്യം കാർബണേറ്റ് ആണ്. ഈ പറയുന്ന കാൽഷ്യം കാർബണേറ്റ് HCl ആയിട്ട്, HCl ഒരു ആസിഡ് ആണല്ലോ, HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അടുത്തത് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. ബാക്കി ടീച്ചർ എഴുതാം. CaCl2 പ്ലസ് ഏത് കാർബണേറ്റ് ആണെങ്കിലും ആസിഡ് ആയിട്ട് റിയാക്ട് ചെയ്താൽ ഉണ്ടാവും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. ഇവിടെ നടക്കുന്ന റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതുക. ഓക്കെ, ടീച്ചർ എഴുതാം. കാൽഷ്യം കാർബണേറ്റ് CaCO3 2 HCl ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ നമുക്ക് 3 പ്രൊഡക്റ്റ് ആണ് കിട്ടുക. കാൽഷ്യം ക്ലോറൈഡ്, വാട്ടർ, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ്. 3 പ്രൊഡക്റ്റ് ആണ് കേട്ടാ. ഗ്യാസ് മുകളിലേക്ക് പോവാലോ, അപ്പൊ ഗ്യാസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുകളിലേക്ക് ഒരു ആരോ ഇട്ടേക്കണം കേട്ടാ. എന്തൊക്കെ ഉണ്ടാവും? കാൽഷ്യം കാൽഷ്യം ക്ലോറൈഡ്, വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ആണ് നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നടക്കുന്ന കെമിക്കൽ ഇക്വേഷന്റെ റിയാക്ഷൻ ആണ് കേട്ടോ അത്. ഇനി ഇഫ് വി ആഡ് പൗഡേർഡ് എഗ്ഷെൽ, വാട്ട് ഹാപ്പൻസ് ദ റേറ്റ് ഓഫ് അബോവ് കെമിക്കൽ റിയാക്ഷൻ? വൈ? ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പൗഡേർഡ് ആയിട്ടുള്ള എഗ്ഷെല്ലാണെങ്കിൽ റിയാക്ഷന്റെ റേറ്റിന് എന്ത് മാറ്റം ഉണ്ടാവുന്നു? ടീച്ചർ ഓൾറെഡി പറഞ്ഞാണ്. ഒരെണ്ണം അങ്ങനെ പീസ് ആയിട്ടിട്ടു, അടുത്തത് പൗഡർ ആയിട്ടിട്ടു. സ്വാഭാവികമായിട്ടും പൗഡർ ആയിട്ടിട്ടായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കാം. ഇവിടെ റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ് സർഫസ് ഏരിയ ഓഫ് റിയാക്ടന്റ്. എന്താണ്? സർഫസ് ഏരിയ ഓഫ് റിയാക്ടന്റ്. സർഫസ് ഏരിയ കൂടുമ്പോ സർഫസ് ഏരിയ ഇൻക്രീസസ്, number of effective collisions increases and the rate of reaction also increases. സർഫസ് ഏരിയ കൂടുമ്പോ എന്ത് ചെയ്യും? എഫക്റ്റീവ് കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും, റിയാക്ഷന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യും. അതൊക്കെ പോട്ടെ, എന്താണ് ഈ എഫക്റ്റീവ് കൊളീഷൻ എന്ന് വെച്ചാല് ടീച്ചർ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണം. റിയാക്ടന്റ് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്? കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. കൊളൈഡ് ചെയ്യുന്ന വെച്ചാൽ അർത്ഥം കൂട്ടിമുട്ട.
എല്ലാ കൊളീഷൻസും എന്തായിട്ട് മാറില്ല? കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് മാറില്ല. ഓക്കെ, എല്ലാ കൂട്ടിമുട്ടലുകളും അല്ലെങ്കിൽ എല്ലാ കൊളീഷൻസും എന്തായിട്ട് മാറില്ല? കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് മാറില്ല. കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് മാറുന്ന കൊളീഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എഫക്റ്റീവ് കൊളീഷൻ. സർഫസ് ഏരിയ കൂടുമ്പോൾ ഈ എഫക്റ്റീവ് കൊളീഷൻസിന്റെ എണ്ണം കൂടും, അപ്പൊ റിയാക്ഷന്റെ റേറ്റും കൂടും. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. ഈ ഒരു 3 പോയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തുനിന്ന് ഫുൾ മാർക്ക് കിട്ടും. അടുത്ത് നോക്കാം, ഇതേപോലെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പൊ റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, അത് വെച്ചിട്ട് എപ്പോഴും ഫിഗർ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സാധാരണയായിട്ട് ചോദിക്കാറ്. അല്ലെങ്കിൽ പറയും ഒരെണ്ണം ഹീറ്റ് ചെയ്തിട്ടുണ്ട് മറ്റേത് ഹീറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. നമുക്ക് മനസ്സിലാവും, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കാം. ഓക്കെ, അനലൈസ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഫിഗർ നല്ലോണം നോക്കാം. നോക്കിയേ, ഇവിടെ ഡൈലൂട്ടഡ്, ഇവിടെ ഡൈലൂട്ടഡ്, അപ്പൊ കോൺസെൻട്രേഷൻ അല്ല എന്ന് മനസ്സിലായി. ഇനി ഒരെണ്ണത്തില് പീസ് ഓഫ് മാർബിൾ, അടുത്തല് പൗഡേർഡ് മാർബിൾ. ഉറപ്പിക്കാല, വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒന്നത്തില് പീസ്, മറ്റേല് പൗഡർ. അപ്പൊ ഉറപ്പിക്കാം, ഇവിടെ റിയാക്ഷന്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ സർഫസ് ഏരിയ ആണെന്ന് നമുക്ക് മനസ്സിലായി. സർഫസ് ഏരിയ ആണെന്ന് മനസ്സിലായി. ഇനി എവിടെയാണ് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുക? പൊടിച്ചിട്ടുള്ളതിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുക. Which is the above in which beaker the rate of reaction is greater? എവിടെയാണ് റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്? പൗഡേർഡ് മാർബിൾ എടുത്തിട്ടുള്ള ബീക്കറിലായിരിക്കും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുക. അടുത്തത് which is the factor that influence the rate of chemical reaction? ഇവിടെ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെ അല്ലെങ്കിൽ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടർ എന്ത്? ഏതാണ്? സർഫസ് ഏരിയ ഓഫ് റിയാക്ടൻസ്. സർഫസ് ഏരിയ ഓഫ് റിയാക്ടൻസ്. അടുത്തത് suggest any other method to increase the rate of reaction. റിയാക്ഷൻ റേറ്റിനെ ഇൻക്രീസ് ചെയ്യാനുള്ള വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് പറയാനായിട്ട്. ഇപ്പൊ നോക്കിയടാ, ഇവിടെ ഡയലൂട്ട് HCl ആണ് എടുത്തിട്ടുള്ളത്. സോ അതിന് പകരം നമ്മൾ എന്തെടുക്കാം? കോൺസെൻട്രേറ്റ് HCl എടുക്കാം. റിയാക്ഷന്റെ സ്പീഡ് കൂടും. ഇനി എന്ത് ചെയ്യാം? ബീക്കർ ഒന്ന് ഹീറ്റ് ചെയ്യാം. ടെമ്പറേച്ചർ കൂട്ടിയാലും റിയാക്ഷന്റെ സ്പീഡ് കൂടും. ഓക്കെ, നെക്സ്റ്റ്, ക്ലാസിഫൈ ദ ഫോളോയിങ് കെമിക്കൽ റിയാക്ഷൻ into combination reaction, decomposition reaction, double decomposition reaction and displacement reaction. കുറച്ച് റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ നോക്കാം, Zn plus FeSO4 gives ZnSO4 plus Fe. നോക്കിയേ, ഇവിടെ എന്താ പറ്റിയേക്കണേ? സിങ്ക്. FeSO4 നിന്ന് Fe എടുത്ത് മാറ്റിയിട്ട് പകരം അവിടെ ആര് കയറിയിരുന്നു? Zn കയറിയിരുന്നു. റിയാക്ടിവിറ്റി കൂടുതലുള്ള സിങ്ക്, റിയാക്ടിവിറ്റി കുറവുള്ള എഫീന അതിന്റെ സൊല്യൂഷൻ എടുത്ത് മാറ്റിയിട്ട് അവിടെ ആര് കയറിയിരുന്നു? സിങ്ക് കയറിയിരുന്നു. അപ്പൊ ഒരാളെ മാറ്റി അടുത്ത ആള് കയറിയിരുന്നു. ഇങ്ങനെയുള്ള റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. സോ Zn plus FeSO4 gives ZnSO4 plus Fe എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് കേട്ടോ. കണ്ടാൽ തന്നെ മനസ്സിലാവും, ഇവിടെ നിന്ന് Fe മാറി പകരം അവിടെ ആര് വന്നു? Zn വന്നു. അടുത്ത നോക്കാം, NaCl plus AgNO3 gives NaNO3 plus AgCl. നോക്കാം, ഇവിടെ എന്താ പറ്റിയേക്കണേ? എണ്ണയുടെ കൂടെ ഉണ്ടായ അയോൺ ഏജിയുടെ കൂടെ പോയി, ഏജിയുടെ കൂടെ ഉണ്ടായ അയോൺ എണ്ണയുടെ കൂടെ വന്നു അല്ലെ? NaNO3 plus AgCl. അയോൺസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി, അല്ലെങ്കിൽ അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്തു. അയോൺസിനെ പരസ്പരം, നെഗറ്റീവ് അയോൺസിനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. സോ ഇങ്ങനെയുള്ള റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചോളാം. അതിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു റിയാക്ഷൻ തന്നാൽ അത് എങ്ങനെ ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് തിരിച്ചറിയും. അതാണ് നമ്മൾ ആദ്യം ഓർത്തു വെക്കേണ്ടത് കേട്ടോ. നോക്കിയേ, ഇവിടെ അയോൺസിനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. സോ ഇതൊരു ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. NaCl plus AgNO3 gives എന്താണ് മറ്റേ NaNO3 plus AgCl. അടുത്ത നോക്കാം, PbNO3 twice gives 2PbO plus 4NO2 plus O2. നോക്കിയേ, ഒരു റിയാക്ടന്റേ ഉള്ളൂ 3 പ്രൊഡക്റ്റുകൾ ഉണ്ടോ? ഒരു റിയാക്ടന്റും ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. ഒരു റിയാക്ടന്റ് കുഞ്ഞു കുഞ്ഞു പ്രൊഡക്റ്റുകളായിട്ട് മാറുന്നു. ഇങ്ങനെയുള്ള റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. സോ ഒരു റിയാക്ടന്റ് ഉണ്ട്, ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഉറപ്പിക്കാം ഇതെന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. സോ അത് എഴുതാട്ടോ, 2PbNO3
NO3 twice gives 2 PbO. ചാലില്ല കേട്ടാ, ശ്രദ്ധിച്ചിരുന്നോ? 4NO2 plus O2. അടുത്ത നോക്കാം. H2 plus I2 gives 2HI. H2 plus I2 gives 2HI. നോക്കിയേ, റിയാക്ടന്റ് രണ്ടെണ്ണം ഉണ്ട്, ഒരൊറ്റ പ്രൊഡക്റ്റേ ഉള്ളൂ. അപ്പോ രണ്ടോ അതിൽ കൂടുതലോ റിയാക്ടൻസ് ചേർന്നിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് കോമ്പിനേഷൻ റിയാക്ഷൻ. ഓക്കെ, രണ്ടോ അതിൽ കൂടുതലോ റിയാക്ടൻസ് ചേർന്നിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്ന റിയാക്ഷൻ ആണ് കോമ്പിനേഷൻ റിയാക്ഷൻ. സോ ആദ്യത്തെ നമ്മുടെ കോമ്പിനേഷൻ റിയാക്ഷൻ ആണ് കേട്ടോ. H2 plus I2 gives 2HI. ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അടുത്ത് നോക്കാം. PbNO3 plus 2KI gives PbI2 plus 2KNO3. ഇവിടെ നോക്കിയേ, പിബിയുടെ കൂടെ ഉണ്ടായിരുന്ന NO3 എങ്ങോട്ട് പോയി? കെയുടെ കൂടെ പോയി. കെയുടെ കൂടെ ഉണ്ടായിരുന്ന ഐ പിബിയുടെ കൂടെ വന്നു അല്ലെ. അയോൺസിനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്തത് അല്ലെ. പിബിയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് കെയുടെ കൂടെ പോയി, കെയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് പിബിയുടെ കൂടെ വന്നു. അയോൺസിനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. സോ ഇത് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അത്രയും എഴുതാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ടീച്ചർ എഴുതുന്നില്ല, നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടാ. ഇത് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അടുത്ത നോക്കാം. ഒരൊറ്റ റിയാക്ടന്റ് ഉള്ളൂ, രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു റിയാക്ടന്റ് രണ്ട് പ്രൊഡക്റ്റ്. ഉറപ്പിക്കാം എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പോ നമ്മൾ ഡെഫിനിഷൻ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു റിയാക്ഷൻ തന്നാൽ അത് ഇത് ടൈപ്പ് ആണെന്ന് എങ്ങനെ തിരിച്ചറിയും. ഒരു റിയാക്ടന്റ് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ ഡീകമ്പോസിഷൻ. ഓക്കെ, ഒന്നിൽ കൂടുതൽ റിയാക്ടന്റ് ഒരൊറ്റ പ്രൊഡക്റ്റ് ആണെങ്കിൽ കോമ്പിനേഷൻ. ഇനി ഡബിൾ ഡീകമ്പോസിഷൻ ആണെങ്കിൽ അവിടെ അയോൺസിനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഒരാൾ മാറിയിട്ട്, ഒരു കോമ്പൗണ്ടിൽ നിന്ന് ഒരു ആറ്റം മാറിയിട്ട് പുതിയൊരാൾ വരാണെങ്കിൽ അതിന് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഗിവൺ ബിലോ. ഫോർമേഷൻ ഓഫ് ബ്ലാക്ക് കോപ്പർ ഓക്സൈഡ് ഓൺ ഹീറ്റിംഗ് കോപ്പർ പൗഡർ ഇൻ എ ചൈന ഡിഷ്. കോപ്പർ പൗഡറിനെ ഹീറ്റ് ചെയ്തപ്പോ കോപ്പർ ഓക്സൈഡ് കിട്ടി. ഏതൊരു സാധനത്തിനെയും ഹീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ അർത്ഥം? റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. അപ്പൊ ഇവിടെ നമ്മള് കോപ്പറിനെ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോപ്പർ ഓക്സൈഡ്. കോപ്പർ ഓക്സൈഡ് കിട്ടും, CuO കിട്ടും. നോക്കിയേ, രണ്ട് റിയാക്ടൻസ് ഉണ്ട്, ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് പറയാം ഇവിടെ എന്ത് റിയാക്ഷൻ ആണിത്? ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അടുത്ത നോക്കാം. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ റിയാക്ട് വിത്ത് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. സിൽവർ നൈട്രേറ്റ് AgNO3. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ റിയാക്ട് വിത്ത് സോഡിയം ക്ലോറൈഡ് NaCl സൊല്യൂഷൻ ടു ഫോം എന്ത് കിട്ടും? സോഡിയം ക്ലോറൈഡ്. സൊല്യൂഷൻ ടു ഫോം സിൽവർ ക്ലോറൈഡ് എന്ന് വെച്ചാൽ AgCl പ്ലസ് സോഡിയം നൈട്രേറ്റ് NaNO3. നോക്കിയേ, NO3. ഇവിടെ നോക്കിയേ, സിൽവർ നൈട്രേറ്റ് സോഡിയം ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോ നമുക്ക് എന്ത് കിട്ടും? സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും കിട്ടും. നോക്കിയേ, ഇവിടെ എണ്ണയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് ഏജിയുടെ കൂടെ വന്നു, ഏജിയുടെ കൂടെ ഉണ്ടായിരുന്ന ആള് എണ്ണയുടെ കൂടെ പോയി. അതായത് അയോൺസിനെ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തു. സോ ഇത് എന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ ആണ്. രണ്ടാമത്തത് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അടുത്ത നോക്കാം. Formation of ferric oxide, sulfur dioxide and sulfur trioxide on heating ferrous sulfate. ഫെറസ് സൾഫേറ്റിനെ ഹീറ്റ് ചെയ്തപ്പോ നമുക്ക് 3 പ്രൊഡക്റ്റ് കിട്ടി. നോക്കിയടാ, ഒരു റിയാക്ടന്റ് 3 പ്രൊഡക്റ്റ്. ഉറപ്പിക്കാം എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഒരു റിയാക്ടന്റ് 3 പ്രൊഡക്റ്റ്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ടീച്ചർ ഒന്നും കൂടെ പറയാം. കോമ്പിനേഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഒരൊറ്റ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഒന്നുകൂടെ പറയാം ടീച്ചർ. കോമ്പിനേഷൻ റിയാക്ഷൻ ആണെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ റിയാക്ടൻസ് ഉണ്ടായിരിക്കും, പക്ഷെ ഒറ്റ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ. ഡീകമ്പോസിഷൻ നേരെ തിരിച്ച്, ഒരു റിയാക്ടന്റ് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒരു കോമ്പൗണ്ടിൽ ഒരു ആറ്റം മാറിയിട്ട് പകരം വേറൊരു ആറ്റം വരാം. ഇനി എന്താണ് ഡബിൾ ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ അയോൺസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. ഓരോ ടൈപ്പ് റിയാക്ഷനും എങ്ങനെയാണ് കണ്ടുപിടിക്കുക നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക. Write 2 examples of each chemical reaction that takes days or month to complete and those that take few seconds to complete. അതായത് നമ്മൾ പഠിച്ചു എല്ലാ കെമിക്കൽ റിയാക്ഷനും ഒരേ സ്പീഡിൽ അല്ലെങ്കിൽ ഒരേ വേഗതയിലല്ല നടക്കുന്നത്. ചില റിയാക്ഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും, ചിലർ വളരെ സ്ലോ ആയിട്ട് നടക്കുള്ളൂ, ചിലർ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള റേറ്റിലായിരിക്കും നടക്കാം.
വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഒന്ന് ബേണിംഗ് ഓഫ് ഫ്യൂവൽ, അല്ലെങ്കിൽ ബേണിംഗ് ഓഫ് വുഡ്, അല്ലെങ്കിൽ നമ്മുടെ ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻ, അതൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇനി സ്ലോ ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എക്സാമ്പിൾ ആണ് റസ്റ്റിങ്, അതേപോലെ നമ്മള് ഡീകമ്പോസ് ചെയ്യുന്നത്, നമ്മുടെ അതായത് ഇപ്പോൾ ജീവികളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീകമ്പോസിഷൻ ഒക്കെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്, സ്ലോ ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. രണ്ടിന്റെ എക്സാമ്പിൾ നിങ്ങൾ എഴുതി വെക്കണം. അതേപോലെ പാൽ തൈരായിട്ട് മാറണം, അത് ഒരു ദിവസം എടുക്കും അല്ലെ. അപ്പോൾ എല്ലാ റിയാക്ഷൻ റേറ്റും ഒരേപോലെയല്ല, ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു വെച്ചോളണം കേട്ടോ. നെക്സ്റ്റ് നോക്കാം. സിങ്ക് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ്. സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് അവിടെ എന്തുണ്ടാവും? ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാവും. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ. റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാ. Zn plus 2HCl gives ZnCl2 plus H2 zinc chloride plus hydrogen. What type of chemical reaction is this? ഇതെങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് നോക്കിയേ, സൂക്ഷിച്ചു നോക്കിയേ. ഇവിടെ സിങ്ക് എന്താ ചെയ്തേ? HCl നിന്ന് ഹൈഡ്രജൻ എടുത്ത് മാറ്റിയിട്ട് പകരം അവിടെ ആര് കയറിയിരുന്നു? സിങ്ക് കയറിയിരുന്നു. സോ ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന് എക്സാമ്പിൾ ആണ്. സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ഫോർ ഇൻക്രീസിംഗ് ദ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ. ഇവിടെ ഹൈഡ്രജന്റെ എമൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് സജസ്റ്റ് ചെയ്യുക. ഒന്ന്, കോൺസെൻട്രേറ്റഡ് ആസിഡ് എടുക്കാം. കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HCl എടുക്കാം. അതേപോലെ സിങ്കിന്റെ പീസിന് പകരം സിങ്ക് പൗഡർ എടുക്കാം. അപ്പോഴും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ഹീറ്റ് ചെയ്താലും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The chemical equation of the conversion of hydrogen peroxide to water and oxygen is given. നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് വാട്ടറും ഓക്സിജനും ഉണ്ടാകുന്ന റിയാക്ഷന്റെ ഇക്വേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ്? ഇത് എന്ത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണ്? അതായത് ഡീകമ്പോസിഷൻ ആണോ, കോമ്പിനേഷൻ ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, ഡബിൾ ഡീകമ്പോസിഷൻ ആണോ എന്ന് ക്വസ്റ്റ്യൻ നോക്കാം. ഒറ്റ റിയാക്ടന്റ് ഉള്ളൂ, 2 പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് മനസ്സിലായത് എന്താണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. Which substance is used to accelerate the decomposition of H2O2? By which name this is commonly known? ഇവിടെ നമ്മൾ H2O2 ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിന്റെ പേര്. ഇവിടെ നമ്മൾ MnO2 ആണ് യൂസ് ചെയ്യുന്നത്. അവരുടെ കോമൺ നെയിം ആണ് കാറ്റലിസ്റ്റ്. ഓക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് MnO2. ഓക്കെ, MnO2 അവരെന്ത് പേരാണ് അറിയപ്പെടുന്നത്? കാറ്റലിസ്റ്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആർ ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഹീറ്റഡ്. അമോണിയം ക്ലോറൈഡിന്റെയും സോഡിയം ഹൈഡ്രോക്സൈഡിന്റെയും സൊല്യൂഷൻ എടുത്ത് നമ്മൾ ഹീറ്റ് ചെയ്താണ്. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏത്? നമ്മളിങ്ങനെ ടെസ്റ്റ് ട്യൂബ് അടിക്കുമ്പോൾ വളരെ ഒരു പഞ്ചന്റ് സ്മെല്ലുള്ള ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഈ ഉണ്ടാകുന്ന ഗ്യാസിനാണ് നമ്മൾ അമോണിയ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓർത്ത് വെക്കുക, നമ്മുടെ ഈ അമോണിയം ക്ലോറൈഡിനെയും സോഡിയം ഹൈഡ്രോക്സൈഡിനെയും നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഗ്യാസ് ആണ് അമോണിയ ഗ്യാസ് കേട്ടോ. Which factor helps to increase the rate of chemical reaction here? ഇവിടെ കെമിക്കൽ റിയാക്ഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫാക്ടർ ഇത് എന്താണ്? ടെമ്പറേച്ചർ ആണ് കേട്ടോ. ഹീറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇവിടെ റിയാക്ഷൻ നടന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ഈസ് ത്രെഷോൾഡ് എനർജി? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? റിയാക്ടൻസ് മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. ഓക്കെ, എല്ലാ കൊളീഷൻസും കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് മാറില്ല. ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കൊളീഷൻ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് മാറണമെങ്കിൽ അവിടെ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് ഒരു മിനിമം എനർജി വേണം. ഈ എനർജിനെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അതായത് ത്രെഷോൾഡ് എനർജി ഉള്ള മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്താൽ എന്ത് നടക്കുള്ളൂ? കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ. ടീച്ചർ പറഞ്ഞു, ഒന്നും കൂടെ ശ്രദ്ധിച്ചു കേൾക്കാം. കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ റിയാക്ടൻ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യണം. ഓക്കെ, എല്ലാ കൊളീഷൻസും കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് മാറില്ല. ഒരു കൊളീഷൻ നടന്നിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ഈ കൊളൈഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് ഒരു മിനിമം എനർജി വേണം. ആ മിനിമം എനർജിയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ത്രെഷോൾഡ് എനർജി ഉള്ള മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്താൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? കെമിക്കൽ റിയാക്ഷൻ നടക്കുള്ളൂ. ഇനി why does the rate of chemical reaction increases as temperature increases? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ
കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂടാനുള്ള കാരണം എന്ത്? അതായത് as temperature increases, threshold energy ഉള്ള molecules with threshold energy increases. threshold energy ഉള്ള മോളിക്യൂൾസിന്റെ എണ്ണം കൂടും. എന്താണ്? ടെമ്പറേച്ചർ കൂടുമ്പോ threshold energy ഉള്ള മോളിക്യൂൾസിന്റെ എണ്ണം കൂടും. അപ്പൊ എഫക്റ്റീവ് കൊളീഷൻസ് കൂടും, റിയാക്ഷന്റെ റേറ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഹീറ്റ് ചെയ്യുമ്പോൾ threshold energy ഉള്ള മോളിക്യൂൾസിന്റെ എണ്ണം കൂടും. അപ്പൊ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻസ് കൂടും, റിയാക്ഷന്റെ റേറ്റും കൂടും. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ചോദിക്കുന്ന വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അവിടെ നിന്ന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ വെറുതെ ഇങ്ങനെ കണ്ടുപോകാണ്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ നല്ല മാർക്ക് വാങ്ങുക, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ചാപ്റ്റർ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.